ക്രിയേറ്റിംഗ് എംബോസ്ഡ് ആൻഡ് റിഫ്ലക്റ്റീവ് ടൈറ്റിൽസ് എന്ന വീഡിയോയിൽ നാം ക്രിയേറ്റ് ചെയ്ത ഈ ടൈറ്റിലുകൾ കൈൻമാസ്റ്ററിലൂടെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് ഒരു പുതിയ പ്രോജക്റ്റിനായി ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇവയിൽ നിന്നും 16:9 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. മീഡിയ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മീഡിയ ബ്രൗസറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യാം. ഇമേജുകൾക്ക് ഇടയിലുള്ള ഈ പോയിന്റുകളിൽ സ്ലിപ്പ് ഓവർ എന്ന ഒരു ട്രാൻസിഷൻ എഫക്റ്റ് ആണ് ഇവിടെ നമുക്ക് വേണ്ടത്. അതിനായി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസിഷൻ എഫക്റ്റുകൾക്ക് വേണ്ടി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ക്രോസ് ബാർ സ്പ്ലിറ്റ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും സ്ലിപ്പ് ഓവർ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ കൈൻമാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് സ്ലിപ്പ് ഓവർ സെലക്ട് ചെയ്യുക. വ്യത്യസ്തമായ 6 എഫക്റ്റുകൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഓരോ പോയിന്റുകളിലേക്കും ഇവയിൽ നിന്നുമുള്ള ഏത് എഫക്റ്റ് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് 5ാമത്തെ ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. അടുത്ത ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് സ്ലിപ്പ് ഓവർ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് 6ാമത്തെ ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. ഇതുപോലെ ഓരോ ട്രാൻസിഷൻ പോയിന്റുകളും സെലക്ട് ചെയ്ത് സ്ലിപ്പ് ഓവറിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. എഫക്റ്റുകൾ എല്ലാം നൽകിയതിനു ശേഷം നാം ഓപ്പൺ ചെയ്തതായ ഇമേജുകളുടെ ലെങ്ത് കുറഞ്ഞു പോയതായി തോന്നുന്നുവെങ്കിൽ ഓരോ ഇമേജുകളും സെലക്ട് ചെയ്ത് ഇതുപോലെ അവയുടെ ഡ്യൂറേഷൻ കൂട്ടിവെക്കാവുന്നതാണ്. ആദ്യത്തെ ഇമേജിന് മുന്നിലെത്തി പിക്സൽ ലാബ് ഫോൾഡറിൽ നിന്നും ഇവിടെ വരേണ്ട ടൈറ്റിൽ ഇമേജ് ഓപ്പൺ ചെയ്യാം. ഈ ഇമേജ് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ആവശ്യമുള്ള പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കേണ്ടതാണ്. ഇവിടെ നിന്നും ഈ ലെയർ സെലക്ട് ചെയ്ത് മുകളിലത്തെ ഇമേജ് ലെയറിന് സമമായി ഇതുപോലെ വെക്കുക. കർസർ ഈ ലെയറിന്റെ ബിഗിനിങ്ങിൽ വെച്ചുകൊണ്ട് ആനിമേഷൻ കീയിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഈ കർസർ ഇവിടെ നിന്നും ലെയറിന്റെ എൻഡിംഗ് പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കുക. ശേഷം സ്ക്രീനിൽ നിന്നും ഈ ടൈറ്റിൽ ഇമേജ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതുപോലെ പതിയെ മൂവ് ചെയ്യിച്ചു വെച്ച ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് വൈറ്റ് ലൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഔട്ട് ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് ഫെയ്ഡ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആദ്യത്തെ ഈ ഇമേജിലേക്ക് വേണ്ട എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഓരോ ഇമേജുകൾക്കും മുന്നിൽ കർസർ വെച്ചുകൊണ്ട് പിക്സൽ ലാബ് ഫോൾഡറിൽ നിന്നും അവയ്ക്ക് അനുസൃതമായ ടൈറ്റിൽ ഇമേജ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഇമേജിൽ നാം ചെയ്ത സ്റ്റെപ്പുകളെല്ലാം അതുപോലെ തന്നെ ആവർത്തിക്കേണ്ടതാണ്. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.